ഹായ് ഹലോ നമസ്കാരം വ്യൂവേഴ്സ്. എസ്ക്വയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് അഥവാ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ്. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരു ഓഫീസിലും പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കത് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ആ ഒരു ബിൽഡിങ്ങിന്റെ ആ കെട്ടിടത്തിന്റെ നടപ്പ് വർഷത്തെ ടാക്സ് നികുതി നമ്മൾ അടച്ചിട്ടുണ്ടാവണം. അങ്ങനെ നികുതി അടച്ചാൽ മാത്രമേ നമുക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ആവശ്യമായി വരും. എന്തൊക്കെയാണെന്ന് ഞാനിവിടെ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അഥവാ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായി നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിനു ശേഷം അതിൽ tax.lstkerala.gov.in എന്ന് പറയുന്ന സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കാണ് പോവുക. ഇവിടെ എത്തിയതിനു ശേഷം നമ്മുടെ ജില്ല ഏതാണെന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത് ഏതിന്റെ കീഴിലാണോ വരുന്നത് അത് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജില്ലയിൽ ഏതൊക്കെ പഞ്ചായത്തുകളാണോ ഉള്ളത് അതിന്റെ ലിസ്റ്റുകൾ ഇവിടെ വരുന്നതാണ്. അതിൽ നിന്നും നമ്മുടെ കെട്ടിടം ഏത് പരിധിയിലാണ്, ഏത് പഞ്ചായത്തിന്റെ പരിധിയിലാണോ ആ പഞ്ചായത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഇവിടുത്തെ നാലാമത്തെ ഓപ്ഷനാണ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് പോകും. ഇവിടെ നമ്മൾ വാർഡ് ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വർഷം വരാനാണ് കൂടുതൽ കേസുകളിലും സാധ്യത. അപ്പൊ 2013 നമ്മളിവിടെ കൊടുത്തു. അതിനുശേഷം നമ്മുടെ വാർഡ് നമ്പർ കൊടുക്കുക, വീട്ട് നമ്പർ കൊടുക്കുക. ഇനി വീടിന്റെ സബ് ഡിവിഷൻ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. വീട് നമ്പർ അല്ലെങ്കിൽ കെട്ടിട നമ്പർ അത് ഇവിടെ കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരോടുകൂടി അവിടെ ഡീറ്റെയിൽസ് വരുന്നതാണ്. അതിൽ ഈ ഒരു സ്ഥലത്തെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിൽഡിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളും വലത് ഭാഗത്തായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അവിടെ താഴെയായി ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരുന്ന പുതിയൊരു ഇന്റർഫേസ് കാണിക്കും. ഇവിടെ നിങ്ങളോട് പർപ്പസ് ചോദിക്കുന്നുണ്ട്. എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഈ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് പലതരം ആവശ്യങ്ങൾക്കും ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരും. ഇതിൽ ആധാർ പർപ്പസ്, അനേർട്ട്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ബാങ്കിൽ കൊടുക്കാനാണെങ്കിൽ, അതുപോലെ സിവിൽ സപ്ലൈ കോർപ്പറേഷൻ അതായത് റേഷൻ കാർഡ് പർപ്പസിന് കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ, ഇനി വേറെ എന്തെങ്കിലും ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ആവശ്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. റേഷൻ കാർഡിന്റെ ആവശ്യങ്ങൾക്ക് രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കാനാണ്, എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആ രീതിയിലായിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ റേഷൻ കാർഡിന് കൊടുക്കാനാണെങ്കിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്താൽ നമുക്കൊരു പ്രിന്റ് കിട്ടുന്നതാണ്, ഒരു പേജ് കിട്ടുന്നതാണ്. ഇത് പ്രിന്റ് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതില് നമ്മൾ എന്താവശ്യത്തിനാണോ കൊടുത്തത് അത് അവസാനമായിട്ട് ആ ഒരു വരിയിൽ കൃത്യമായി കാണിക്കുന്നതാണ്. ദി സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂഡ് ഫോർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആസ് പെർ റിക്വസ്റ്റ് എന്ന് കാണിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ട് ഇത് പ്രിന്റ് എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് എന്താണോ നമ്മുടെ പർപ്പസ് അതിനനുസരിച്ച് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പർപ്പസ് അവിടെ മെൻഷൻ ചെയ്യണമെന്ന് മാത്രം. അപ്പൊ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.